താമരശ്ശേരി കൈതപ്പൊയിലിൽ മകൻ അമ്മയെ വെട്ടിക്കൊന്നു. അടിവാരം സ്വദേശി സുബൈദയാണ് കൊല്ലപ്പെട്ടത്. ഒരു വാർത്തയാണ് പ്രിയമുള്ളവരെ ഇന്ന് നാം കേൾക്കാൻ സാധ്യമായത്. ആ വാർത്ത കേൾക്കുമ്പോൾ ഞാൻ അങ്ങൊന്ന് ഞെട്ടിപ്പോയി. സ്വന്തം വളരെ പ്രതീക്ഷയോടുകൂടി ഉപ്പ ഒഴിവാക്കി പോയി, ഉമ്മ വളരെ പ്രതീക്ഷയോട്, അതല്ലാതെ ഒരു ഏക മകനാണ്. ആ ഉമ്മയുടെ എല്ലാമായിരുന്നു ആ മകൻ. മുഹമ്മദ് ആഷിഖ് എന്ന് പറയുന്ന പൊന്നുമകൻ, ഉമ്മയുടെ വലിയ പ്രതീക്ഷയായി പോറ്റി വളർത്തിയ, ഉപ്പ ഒഴിവാക്കി പോയതിന്റെ ശേഷം ഉമ്മ മകന് ഒരു കുറവും വരരുതെന്ന് പറഞ്ഞ് മകനെ താരാട്ട് പാടി വളരെ സ്നേഹത്തോട് പോറ്റി വളർത്തിയ ആ പൊന്നു മകന്റെ കയ്യിൽ തന്നെ തന്റെ ജീവൻ നഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോൾ, എന്തുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട മക്കള് ഇങ്ങനെ ഉമ്മയും ഉപ്പയും കൊല്ലുന്ന, ഉമ്മയും ഉപ്പയും വഞ്ചിച്ചുകൊണ്ട് അന്യവരെ കൂടെ ഓടിപ്പോകുന്ന വാർത്തകൾ നിരന്തരമാണ്. ഇന്ന് സോഷ്യൽ മീഡിയ തുറന്നു നോക്കാൻ പറ്റുന്നില്ല. ഏത് വാർത്ത കേൾക്കുമ്പോൾ ആരുടെ മനസ്സും ഒന്ന് പാറക്കല്ല് പോലെ ഉറച്ച മനസ്സ് പോലും വല്ലാത്ത വേദനിച്ചു പോകുന്ന ഒരു സംഭവമാണ് കേട്ടത്. ഉമ്മയുടെ മുഖം നോക്കൽ ഇബാദത്താണെന്നും ഉമ്മയുടെ കാലിന്റെ അടിയിൽ സ്വർഗമാണ് എന്ന് മദ്രസയിൽ പഠിച്ച പൊന്നുമക്കളാണ് ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഉമ്മ ആരാണ് എന്ന് പഠിച്ച പൊന്നുമക്കൾ. എന്തുകൊണ്ട് ഈ മക്കൾ ഇത്രയും വഴിമാറിക്കൊണ്ട് എല്ലാ തിന്മകൾക്കും സ്വന്തം പെങ്ങളെന്ന് പോലും നോക്കാതെ വേണ്ടാത്തരകൾ ചെയ്യുന്ന നമ്മുടെ പൊന്നുമക്കൾ ഈ ഒരു അവസ്ഥയിലായാൽ, എന്റെ പ്രിയമുള്ളവരെ, നമ്മുടെ മുസ്ലിം സമുദായത്തിന്റെ അവസ്ഥ വളരെ വേദനിപ്പിക്കുന്നതാണ്. ഇതിന് ഉണർന്ന് പ്രവർത്തിക്കുക തന്നെ വേണം നമ്മുടെ ജമാഅത്തുകളിൽ, നമ്മുടെ നാടുകളിലൊക്കെ. ഇല്ലെങ്കിൽ ഭാവിയിൽ പ്രിയമുള്ളവരെ, നമ്മുടെ മക്കളെ നമുക്ക് നഷ്ടപ്പെട്ടു പോയതിന്റെ ശേഷം മകൻ ഇത്രയും ഒരു അവസ്ഥയിലേക്ക് എത്താൻ ഉമ്മ പറഞ്ഞ ഒരു വാക്ക് അവനെ പ്രലോഭിച്ചു. ഒറ്റ കാരണം കൊണ്ടാണ്. ദേഷ്യപ്പെടുമ്പോൾ, മനസ്സിന് ആരെങ്കിലും പറയുന്നത് ഇഷ്ടപ്പെടാതിരിക്കുമ്പോൾ അവരങ്ങ് പോയി വെട്ടിക്കൊല്ലലാണോ? ഉമ്മ പറഞ്ഞത് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞു. ആ ഉമ്മയുടെ അനിയത്തിയായ സക്കീന എന്ന് പറയുന്ന സഹോദരി പറയുന്നുണ്ട്, സുബീദ എന്ന ഉമ്മയെ വെട്ടിക്കൊല്ലു. ആ ഉമ്മ അതല്ലാതെ കണ്ട് ഉമ്മയ്ക്ക് ബ്രെയിൻ ട്യൂമർ ബാധിച്ച് ഉമ്മ അതിന്റെ ചികിത്സയിലായി വിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ കാര്യം ചെയ്യുന്നത്. സക്കീന പറയുന്നുണ്ട്, വീട്ടിലേക്കൊക്കെ വന്നത് വളരെ റാഹത്തോടു കൂടിയാണ്, വീട്ടിൽ കിടന്നതൊക്കെ വളരെ റാഹത്തോടു കൂടിയാണ്. സുഹൃത്തുക്കളെ കൂടെ പോയതിനെ കുറിച്ച് എന്തോ ഒരു ചോദ്യം ചോദിച്ചു എന്ന ഒറ്റ കാരണം കൊണ്ട് അടുത്ത വീട്ടിലേക്ക് പോയി തേങ്ങ വെട്ടാൻ വേണ്ടി കത്തി എടുത്തുകൊണ്ടുവന്ന് ഉമ്മയെ വെട്ടിക്കൊള്ളുകയാണ്. എന്തുകൊണ്ട് ഈ മക്കൾ ലഹരിയുടെ അടിമയായി അതിന്റെ ചികിത്സയാണ്, അതിനെ വിമുക്തി നേടാൻ വേണ്ടി ബാംഗ്ലൂർ ചികിത്സയിൽ കഴിയുന്ന മകനാണ്. ഉമ്മ വലിയ പ്രയാസത്തിലാണെന്ന് പറയുമ്പോൾ ഉമ്മാനെ കാണാൻ വേണ്ടി വന്ന മോന് ഉമ്മയെ വെട്ടിക്കൊന്നു എന്നാണ്. സുബ്ഹാനല്ലാഹ്, ഇത്ര സംഭവങ്ങൾ ആവർത്തിച്ചു കൊണ്ടേയിരിക്കുകയാണ്. സ്വന്തം അച്ഛനെ കൊന്ന വാർത്തയാണ് ഈ അടുത്ത റിപ്പോർട്ട്. അച്ഛൻ സ്വന്തം മകനെ കൊന്നതും, അതേപോലെ മകന്റെ ഭാര്യയും 3 മക്കളെയും കൊന്ന ഒരു വാർത്ത മുസ്ലിം സമുദായത്തിന് കേട്ടുകൊണ്ടിരിക്കുന്നത് വളരെ ഞെട്ടിപ്പിക്കുന്ന വാർത്തയാണ്. ഇവരൊക്കെ ആരാണ്? മദ്രസയിൽ പോയി പഠിച്ചവരാണ്. ഉപ്പയാരാണെന്ന്, ഉമ്മയാരാണെന്ന്, പെങ്ങളാരാണെന്ന്, കുടുംബബന്ധം എന്താണ് എന്ന് പഠിച്ച മക്കൾ എന്തുകൊണ്ട് ഇത്രയും വലിയ ക്രൂരമായ ചിന്തയിലേക്കും ഉമ്മയാണെന്നോ ഉപ്പയാണെന്നോ നോക്കാതെ വെട്ടിക്കൊല്ലുന്ന പല വാർത്തകൾ വരാനുള്ള കാരണം? നമ്മുടെ മക്കളെ കുറിച്ച് മുത്തായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, നമ്മുടെ മക്കൾ സ്വാലിഹീങ്ങളാകണമെങ്കിൽ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളെ കൂട്ടത്തിൽ പറഞ്ഞത്, നമ്മുടെ മക്കളുടെ ചങ്ങായിമാർ ആരാണ് എന്ന് നാം വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കണം. തിന്മയുടെ കൂട്ടുകെട്ടാണോ നമ്മുടെ മക്കൾ, തീർച്ചയായും ഇത്തരത്തിലുള്ള അപകടം നമ്മുടെ വീട്ടിലും സംഭവിക്കും. അല്ലാഹു കാക്കട്ടെ. നമ്മുടെ മക്കളുടെ കൂട്ടുകെട്ട് വളരെ ഗൗരവത്തിൽ നാം നോക്കണം. ആ കൂട്ടുകെട്ട് തിന്മയുടേതാണെങ്കിൽ ആ സമയത്ത് നിർത്തിക്കൊള്ളണം. ഇല്ലെങ്കിൽ പല തിന്മകളും നമ്മുടെ വീട്ടിൽ ഉമ്മയെന്നോ ഉപ്പയെന്നോ നോക്കാതെ എന്ത് വേണ്ടാത്തരം ചെയ്യാൻ നമ്മുടെ മക്കൾ സന്നദ്ധരാകും. പലരും ഫോണ് വിളിച്ച് പറയുന്നത് എന്തറിയോ? ഉസ്താദ്, എന്റെ മകനൊന്ന് മരിച്ചു കിട്ടാൻ വേണ്ടി നിങ്ങൾ ദുആ ചെയ്യണമെന്നാണ്. എനിക്ക് മകൻ വേണ്ട എന്നാണ്. സ്വന്തം ഉമ്മയെന്ന് നോക്കാതെ കണ്ട പല വേണ്ടാത്തരങ്ങൾ ചെയ്യുന്ന മക്കൾ വളർന്നു വരികയാണ്. അല്ലാഹു കാത്ത് രക്ഷിക്കട്ടെ.
നമ്മുടെ ജമാഅത്തൊക്കെ ഇതിനെ ഉണരേണ്ടതുണ്ട്. നമ്മുടെ നാട്ടിൽ ലഹരികൾ, കാരണം ഇന്ന് നമ്മുടെ മക്കൾ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോസുകളും സീനുകളും എല്ലാം അത്തരത്തിലുള്ള കാര്യങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതാണ്. ഇതിനെതിരെ ശക്തമായ ഒരു കാര്യം നമ്മുടെ നാട്ടിൽ നടക്കേണ്ടതുണ്ട്. നമ്മുടെ ജമാഅത്ത് ഇതിലേക്ക് ഉണരേണ്ടതുണ്ട്. അത്തരക്കാരായ മക്കളെ സ്വാലിഹായ സൽഭാന്തയിലേക്ക് കൊണ്ടുവരേണ്ട ഉത്തരവാദിത്വം നമ്മുടേതാണ്. ഒരു തിന്മ ഒരാളെ കാണുമ്പോൾ അത് കൈകൊണ്ട് തടയണമെന്നാണ് മുത്തായ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത്. നിനക്ക് കൈകൊണ്ട് തടയാനത് സാധ്യമല്ലെങ്കിൽ നാവ് കൊണ്ട് തടയണമെന്നാണ്. അതിനും സാധ്യമല്ലെങ്കിൽ കൽബ് കൊണ്ട് തടയണമെന്നാണ്. ഇത്തരത്തിലുള്ള തിന്മകൾ നമ്മുടെ നാട്ടിൽ നടക്കുമ്പോൾ ഇന്ന് പല നാടുകളും ലഹരിക്ക് അടിമപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ചെറുപ്പക്കാർ, എന്തിനേറെ മദ്രസയിൽ വരുന്ന മക്കൾ വരെ ലഹരിയുടെ അടിമകളാണ്. എന്നോട് പല ഉസ്താദന്മാർ പറഞ്ഞിട്ടുണ്ട്, അവനോട് സംസാരിക്കാൻ തന്നെ എനിക്ക് പേടിയാണ്. മദ്രസയിലേക്ക് വരുന്നതും മയക്കുമരുന്നിന്റെ അടിമയായിട്ടാണ് ക്ലാസ്സിൽ കയറുന്നത്. ഉസ്താദൊന്ന് സംസാരിച്ചാൽ ഉസ്താദിനെതിരെ അടിക്കാൻ പോകുന്ന മക്കൾ വളർന്നു വരികയാണ്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ മക്കളെ സ്വാലിഹീങ്ങളാക്കട്ടെ. ആ സുബീദ് ഉമ്മാക്ക് അല്ലാഹു പൊറുത്തു കൊടുക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഇത്തരത്തിലുള്ള വാർത്തകൾ ആവർത്തിക്കാതിരിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.